അപ്പൊ നമ്മ +2 കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇവിടെ എന്ത് ചെയ്യാൻ പോണത്, പഠിക്കാൻ പോണത്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ സൂപ്പർ ആയിട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ നോക്കിയേ, ഈ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് +1 അറേ എന്താന്ന് അറിയണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ നമ്മൾ പഠിച്ചല്ലേ, 8ാമത്തെ ചാപ്റ്റർ തന്നെ അറേ ആയിരുന്നു. നമുക്ക് നോക്കി എന്താണ് അറിയുന്നത്, എന്താണ് അറേ, ഇതുപോലെയാണ് അറേ ഇരിക്കുക. ഇതിനുള്ളത് കുറെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ, കുറെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനാണ് നമുക്ക് എന്തുള്ളത്, അറേ ഉള്ളത്. നമുക്ക് കുറെ ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ്, പണ്ട് പഠിച്ചിട്ടുണ്ട് ഡാറ്റ ടൈപ്പ് ഒക്കെ +1. നമ്മൾ ആദ്യം പഠിച്ചതാണ് ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സ് എന്തിനുള്ളതാണ്, ഇന്റിജർ ആയിട്ടുള്ള നമ്പേഴ്സ്, അതായത് പോയിന്റ് വരാത്ത നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്തുണ്ട്, ഇന്റിജേഴ്സ് ഉണ്ട്. പിന്നെ നമുക്കുള്ളതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, അതായത് ഡെസിമൽ പാർട്ട് വരുന്നത്, പോയിന്റ് വരുന്ന നമ്പേഴ്സ് നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാം, ഫ്ലോട്ടിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ഉള്ളതാണ് ക്യാർ. ക്യാർ എന്ന് പറഞ്ഞാല് ക്യാരക്ടേഴ്സ് ആണ് സ്റ്റോർ ചെയ്യുക. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ABCD ഒക്കെ, ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ആരെ യൂസ് ചെയ്യാം, ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം. നമുക്ക് ബേസിക് ആയിട്ടുള്ള 3 ഡാറ്റ ടൈപ്സ് ആണുള്ളത്. നമുക്ക് അറയിലോട്ട് കിടക്കാട്ടോ. അറയെന്ന് പറഞ്ഞാൽ എന്താ, കുറെ എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. പക്ഷെ എങ്ങനത്തെ എലമെന്റ്സ് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അറിയോ, നമുക്ക് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് മാത്രമേ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അറേന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയേ, ഞാനിപ്പോ 2 സ്റ്റോർ ചെയ്ത്, ഇവിടെ എനിക്ക് 4.0 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, അറേന്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും എങ്ങനത്തെ ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ. ഇവിടെ ഞാൻ ഇന്റിജേഴ്സ് ആണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് തന്നെ സ്റ്റോർ ചെയ്യണം, ഇന്റിജേഴ്സ് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്, ഡെസിമൽ പാർട്ട് വരുന്ന നമ്പേഴ്സ് ആണ്, എനിക്ക് അത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ക്യാരക്ടർ ടൈപ്പിലുള്ള ഡാറ്റ ആണെങ്കിൽ അതേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എവിടാ, അറേന്റെ ഉള്ളില്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സ്കൂളിലൊക്കെ പോയപ്പോ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ, ഒരു അറേന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു സെല്ലിന്റെ ഉള്ളിൽ നിങ്ങളുടെ പേര് സ്റ്റോർ ചെയ്ത്, അടുത്ത സെല്ലിന്റെ ഉള്ളിൽ ഏജ് സ്റ്റോർ ചെയ്ത്, അടുത്ത സെല്ലിനുള്ള അഡ്മിഷൻ നമ്പർ സ്റ്റോർ ചെയ്ത് പറ്റൂല അല്ലെ? കാരണം എന്താ, എല്ലാരും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റയാണ്, കോംപ്ലിക്കേറ്റഡ് ആയല്ലേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അറേന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാം. ആ കൺസെപ്റ്റിൽ എന്താ പറയുന്നത്, നമുക്ക് ഈ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്ര ഡിഫറൻസ്. അതാണ് നമ്മളുടെ എന്ത്, ചാപ്റ്ററിന്റെ പേരായിട്ടുള്ള സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. അറേ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരുന്നെങ്കിൽ നമ്മളെ സ്ട്രക്ചേഴ്സ് എന്ത് ഡാറ്റ, എങ്ങനത്തെ ഡാറ്റകളാ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റയാണ്. പിന്നെ നമ്മൾ സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്, കേട്ടല്ല, യൂസർ ഡിഫൈൻഡ്, അതായത് നമ്മ തീരുമാനിക്കണത്. ഓക്കെ, യൂസറിന് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഡാറ്റ ടൈപ്പ് ആണ്. അപ്പൊ നോക്കിയേ, സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ടു റെപ്രസെന്റ് എന്ത്, കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അണ്ടർ എ കോമൺ നെയിം. ഒരു കോമൺ നെയിമിന്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാന്ന് പറയാ, സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ടു റെപ്രസെന്റ് കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അണ്ടർ എ കോമൺ നെയിം. ഈ കോമൺ നെയിം എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മളെ സ്ട്രക്ചറിനെ. ഇവിടെ നോക്കിയ സിൻടാക്സ്, നമ്മളെ സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള സിൻടാക്സ് ആണ് കൊടുത്തേക്കുന്നത്. നോക്കിയേ, സ്ട്രക്ചർ നെയിം, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 2. നമ്മൾ എന്ത് ചെയ്യാ, ഈ തുറന്ന ബ്രേസ് അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് ഒരു സെമി കോളൻ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്ട്രക്ചറിന്റെ സിൻടാക്സ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. അപ്പൊ നോക്കിയേ, സ്ട്രക്ചർ നെയിം, ഡാറ്റ ടൈപ്പ് കൊടുക്കുക, വേരിയബിൾ കൊടുക്കുക, ഡാറ്റ ടൈപ്പ് കൊടുക്കുക, വേരിയബിൾ കൊടുക്കുക, കണ്ട് ക്ലോസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കണം. നോക്കിയേ, സ്റ്റുഡ്, അതായത് സ്റ്റുഡന്റ്. നമ്മുടെ സ്ട്രക്ചറിന്റെ പേര് എന്ത് വേണമെങ്കിലും കൊടുക്കാം നമുക്ക്, സ്ട്രക്ട് സ്റ്റുഡന്റ്. അതുപോലെ തന്നെ ബ്രേസ് ഓപ്പൺ ചെയ്തു. പിന്നെ എന്താ കൊടുക്കേണ്ടത്, ഡാറ്റ ടൈപ്പ് ആണല്ലേ. ഇവിടെ ഞാൻ ഡാറ്റ ടൈപ്പ് കൊടുത്തത് ഇന്റിജർ ആണ്. ഇന്റിജർ കൊടുത്തിട്ട് എനിക്ക് എന്ത് വേണം, വേരിയബിളിന്റെ പേര് വേണം. വേരിയബിൾ ആയിട്ട് ഞാൻ എന്ത് കൊടുത്തു, റോൾ നമ്പർ കൊടുത്തു. കുഴപ്പമുണ്ടോ? ഇനി അടുത്തത് എന്താ, എനിക്ക് നെയിമാ കൊടുക്കേണ്ടത്, പേര് കൊടുക്കണം എന്റെ. അപ്പൊ എനിക്ക് പേര് കൊടുക്കണം, ഞാൻ അടുത്ത ഡാറ്റ ടൈപ്പ് എന്ത് കൊടുക്കാം, ക്യാർ കൊടുക്കാം. ഇവിടെ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു സൈസും കൊടുത്ത്. ഇനി അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ച്. ഇപ്പൊ ഞാൻ എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അല്ല യൂസ് ചെയ്തത്, ഇന്റിജർ യൂസ് ചെയ്തു, പിന്നെന്താ യൂസ് ചെയ്തു, ക്യാരക്ടർ യൂസ് ചെയ്തു. സോ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ എന്തിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റും, സ്ട്രക്ചറിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചോദിക്കുന്നതാണ്, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണ കീവേഡ് ഏതാണെന്ന്. ഏത് കീവേഡ് നമ്മൾ യൂസ് ചെയ്തത്, സ്ട്രക്ട്. കേട്ടല്ല, അതും ചോദിക്കാറുണ്ട്. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന കീവേഡ് ആണ് എന്ത്, സ്ട്രക്ട് കേട്ടാ. ഇനി അടുത്ത് നോക്കിക്കോ, ഇവിടെ
അറേന്റെയും സ്ട്രക്ചറിന്റെയും കുറച്ച് ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അറേ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, സ്ട്രക്ചർ നമ്മൾ ഇപ്പൊ പഠിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, അറേ ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അറേ എന്തായിരുന്നു? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആയിരുന്നു. പക്ഷെ നമ്മൾ സ്ട്രക്ചർ നമ്മൾ പഠിച്ചല്ലേ, എന്താ? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ അല്ലേ? ഇനി അറേ നോക്കിയേ, അറേ എന്ന് പറഞ്ഞ എന്താ? കളക്ഷൻ എലമെന്റ്സ് ഓഫ് എൻ അറേ, അല്ല, എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ. നമ്മൾ അറേന്റെ ഉള്ളിൽ എങ്ങനത്തെ ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രക്ചർ ആണെങ്കിലോ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. അറേ ആണെങ്കിൽ സെയിം ടൈപ്പും, നമ്മൾ സ്ട്രക്ചർ ആണെങ്കിലോ ഡിഫറെന്റ് ടൈപ്പുമാണ്. പിന്നെ അടുത്ത് നോക്കിയേ, എലമെന്റ്സ് ഓഫ് എൻ അറേ ആർ റെഫറൻസ് യൂസിങ് ദ കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടീച്ചർ ആൻസർ നോക്കിയേ, ഇതാണ് ഒരു അറേ. ഇതിൽ ഓരോ എലമെന്റ്സിനും നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലും സബ്സ്ക്രിപ്റ്റ് ആ യൂസ് ചെയ്യുക. അതായത് അറേ ഇൻഡെക്സ് കണ്ട 0 തൊട്ട് 0, 1, 2, 3 ഇതിനാണ് നമ്മൾ പറയാം അറേ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. അറേന്റെ ഉള്ളിൽ നമ്മൾ ഓരോ എലമെന്റ്സിനെയും ആക്സസ് ചെയ്തിരുന്നത് സബ്സ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ നമ്മളുടെ എന്തിലോട്ട് വരുമ്പോഴാണ്, നമ്മൾ ആ സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് പറയാ? എലമെന്റ് ഓഫ് എ സ്ട്രക്ചർ ആർ റെഫറൻസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. പുതിയൊരു ഓപ്പറേറ്റർ ആണല്ലേ. നമ്മുടെ സ്ട്രക്ചറിൽ എലമെന്റ്സിനെ റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്? ഡോട്ട് ഓപ്പറേറ്റർ. അതിന്റെ സിമ്പിൾ കണ്ടോ, ഒരു ഡോട്ട്. ഓക്കെ, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. എലമെന്റ്സ് ആർ ആക്സസ്ഡ് യൂസിങ് ഡാഷ് ഓപ്പറേറ്റർ. ഏത് ഓപ്പറേറ്റർ ആണ്? ഡോട്ട് ഓപ്പറേറ്റർ. അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന കീവേഡ് ഏതാണ്? സ്ട്രക്ട്. രണ്ട് മാറിപ്പോയത്, എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്ററും നമ്മൾ ആ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന കീവേഡ് സ്ട്രക്ട്. രണ്ട് മാറിയത് കേട്ടാ. ഞാൻ നോക്കിയേ, when an element of an array become another array is called എന്ത്? മൾട്ടി ഡൈമെൻഷണൽ അറേ. അതായത് ഒരു അറേന്റെ ഉള്ളിൽ വേറെ ഒരു അറേ വരുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? മൾട്ടി ഡൈമെൻഷണൽ അറേ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ നോക്കിയേ, when an element of a structure become another structure. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലത്തെ എലമെന്റ് വേറെ ഒരു സ്ട്രക്ചർ ആവുമ്പോൾ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കാം. ഓക്കെ, ചിലവര് പറയാറുണ്ട് സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. അങ്ങനെ പറയണ്ട കേട്ടോ. ഇവിടെ നോക്കിയേ, വെൻ എൻ എലമെന്റ് ഓഫ് എ സ്ട്രക്ചർ, അങ്ങനെ തന്നെ പറയണം. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലത്തെ എലമെന്റ് വേറെ സ്ട്രക്ചർ ആയിട്ട് വരയ്ക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ പറയും? വെൻ എൻ എലമെന്റ് ഓഫ് എ സ്ട്രക്ചർ ബിക്കംസ് അനദർ സ്ട്രക്ചർ. അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് എന്ത്? നെസ്റ്റഡ് സ്ട്രക്ചർ. ഓക്കെ അല്ലേ? അതായത് ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലത്തെ എലമെന്റ് വേറൊരു സ്ട്രക്ചർ ആയിട്ട് വർക്ക് ചെയ്യണം. നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഓക്കെ. അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് പോസിബിൾ. സ്ട്രക്ചേഴ്സിന് ഒരു അറേ തന്നെ പോസിബിൾ ആണ്. സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അറേ ആസ് എലമെന്റ്സ്. സ്ട്രക്ചറിന്റെ ഉള്ളിൽ എന്തും വരാം, അറേ ഒരു എലമെന്റ് ആയിട്ട് വരാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഡിഫറൻസ് എന്തായാലും പഠിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതാണ് വേരിയബിൾ ഡിക്ലറേഷൻ. നമുക്ക് എല്ലാത്തിനും ഒരു വേരിയബിൾ വേണം അല്ലെ. ഈ വേരിയബിൾ ഡിക്ലറേഷന്റെ സിന്റാക്സ് പഠിച്ചു വെക്കണം. നോക്കിയപ്പ സ്ട്രക്ട്, സ്ട്രക്ചർ ടാഗ്. ഈ സ്ട്രക്ചർ ടാഗ് തന്നെയാണ് നമ്മൾ സ്ട്രക്ചർ നെയിം. നേരത്തെ സ്റ്റുഡന്റ് എന്ന് കൊടുത്തില്ലേ, അത് തന്നെയാണ് സ്ട്രക്ചർ ടാഗ്, അതായത് സ്ട്രക്ചർ നെയിം. അപ്പൊ നോക്കിയ സിന്റാക്സ്, സ്ട്രക്ട്, സ്ട്രക്ചർ ടാഗ്, വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ n. ഇങ്ങനെ നമുക്ക് ഒരു സെമിക്കോളം കൊടുത്താൽ മതി. എല്ലാം നിന്റെ ഈ കീവേഡ് വേണ്ട, സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണ്ട. നേരെ എന്ത് ചെയ്യാം? സ്ട്രക്ചർ ടാഗ് കൊടുക്കാം. വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ n. ഇവിടെ നോക്കിയേ, സ്റ്റുഡന്റ് S1 കഴിഞ്ഞു. എത്ര? ഒരു വേരിയബിളുള്ള ഞാൻ അവിടെ വെച്ച് നിർത്തി. അത്രയും മതി. ഇങ്ങനെ വേരിയബിൾ ഡിക്ലറേഷൻ നടത്താം. ഓക്കെ, ഇനി നോക്കിയേ, ആക്സസിങ് സിന്റാക്സ് പഠിച്ചു വെക്കണം. അപ്പൊ വേരിയബിൾ ഡിക്ലറേഷന്റെ സിന്റാക്സ്, ആക്സസിങ് എലമെന്റ്സ് ഓഫ് എ സ്ട്രക്ചർ നമ്മൾ പഠിച്ചല്ലേ. അറേയിൽ നമ്മ സബ്സ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്തിരുന്നപ്പോ ഇവിടെ നമുക്ക് എന്താ യൂസ് ചെയ്യാ? ഡോട്ട് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യാ. ഓക്കെ അല്ലേ? ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ആക്സസ് ചെയ്യാ? നമ്മളുടെ സ്ട്രക്ചറിത്തെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാ. അപ്പൊ നമ്മള് സിന്റാക്സ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. സിന്റാക്സ് നോക്കി വെച്ചോ. എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനുള്ള സിന്റാക്സ് ആണ് എന്ത്? സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറിന്റെ വേരിയബിൾ ആണ് S1. എക്സാമ്പിൾ ആണ് പറയണത്. അപ്പൊ ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ എനിക്ക് എന്ത് പറയാ? S1 ഡോട്ട് എലമെന്റ് നെയിം. ഒരു എലമെന്റ് എന്തായാലും ഇവിടെ നോക്കിയേ, റോൾ നമ്പർ. ഒരു എലമെന്റ് അല്ല അതിന്റെ അകത്ത്. ഞാൻ എന്ത് പറഞ്ഞു? റോൾ നമ്പർ എന്ന് പറഞ്ഞു. ഇവിടെ S1 ഡോട്ട് റോൾ നമ്പർ ഈക്വൽ ടു എന്ന് പറഞ്ഞ എന്റെ റോൾ നമ്പർ കൊടുക്കാം.
വലിയ കുഴപ്പമുണ്ടാ? ഇതാണ് നമ്മുടെ ഡോട്ട് ഓപ്പറേറ്ററിന്റെ എന്ത് യൂസ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ട് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങൾ ആ സിന്റാക്സ് പഠിച്ചു വെച്ചാൽ മതി. എന്ത് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ്. ഇതാണ് നമ്മൾ എന്തിന്റെ സിന്റാക്സ്? എലമെന്റ്സിന് ആക്സസ് ചെയ്യാനുള്ള സിന്റാക്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നെസ്റ്റഡ് സ്ട്രക്ചർ. നെസ്റ്റഡ് സ്ട്രക്ചർ നമ്മൾ നേരത്തെ ആ ഡിഫറൻസ് പറഞ്ഞതാണ്. എന്താണ്? ഒരു എലമെന്റിന്റെ ഉള്ളിലത്തെ ഒരു സ്ട്രക്ചറിന്റെ എലമെന്റ് വേറൊരു സ്ട്രക്ചർ ആയിട്ട് വർക്ക് ചെയ്യാം. എ സ്ട്രക്ചർ ഇൻസൈഡ് അനദർ സ്ട്രക്ചർ ഈസ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഇങ്ങനെ പറയണ്ട, നമുക്ക് ഇങ്ങനെ പറയാം. Then an element of a structure becomes another structure. Such structure is called nested structure. അതായത് ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലത്തെ എലമെന്റ് വേറൊരു സ്ട്രക്ചർ ആവുകയാണെങ്കിൽ അങ്ങനത്തെ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മളുടെ നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, നെസ്റ്റഡ് സ്ട്രക്ചറിന്റെ ഒരു എക്സാമ്പിൾ കൂടി, ഒരു എക്സാമ്പിൾ അല്ല 2 എക്സാമ്പിൾ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. രണ്ടും പഠിച്ചു വെക്കണം. നോക്കിയേ, സ്ട്രക്ട്, ഡേറ്റ്. സ്ട്രക്ട് നമ്മളെ കീവേഡ് ആണല്ലേ, ഡേറ്റ് ആണ് നമ്മൾ സ്ട്രക്ചറിന്റെ പേര്. നമുക്ക് എന്ത് കൊടുക്കാം? എലമെന്റ്സ് കൊടുക്കാം. ഇവിടെ നോക്കിയ ഡാറ്റ ടൈപ്പ് ഷോർട്ട് കൊടുത്ത് എലമെന്റിന്റെ പേര് ഡേ, ഷോർട്ട് മന്ത്, ഷോർട്ട് ഇയർ. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ. എന്ത് ചെയ്തു? ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അത് ക്ലോസ് ചെയ്തു. ഇനി നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനുള്ളിൽ തന്നെ വേറൊരു സ്ട്രക്ചർ വരണം അല്ലെ. അപ്പൊ അടുത്ത് ഉണ്ടാക്കാം നമുക്ക് എന്ത്? സ്ട്രക്ട് സ്റ്റുഡന്റ്, ഇന്റെ അഡ്മിഷൻ നമ്പർ, ക്യാർ നെയിം, ഡേറ്റ്, ഫ്ലോട്ട് ഫീ. ഇനി ഇവിടെ നോക്കി, ഈ ഡേറ്റ് കണ്ട, ഈ ഡേറ്റ് ആണ് ഇവിടെ വേറൊരു സ്ട്രക്ചർ ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത്. അതായത് ഈ സ്ട്രക്ചറിന്റെ ഉള്ളിലത്തെ ഒരു എലമെന്റ് വേറൊരു എക്സ്റ്റേണൽ സ്ട്രക്ചർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കാം. കുഴപ്പമുണ്ടാ? ഇനി അടുത്ത് നോക്കിയ ഡെഫിനിഷൻ ബിയിൽ നോക്കിയേ, സ്ട്രക്ട് സ്റ്റുഡന്റ്, ഇന്റെ അഡ്മിഷൻ നമ്പർ ഉണ്ട്, ക്യാർ നെയിം. എന്നിട്ട് വീണ്ടും അടുത്ത സ്ട്രക്ചർ തുടങ്ങിയിട്ടാ. ഇത് ക്ലോസ്, ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ച് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്യണില്ല. സ്ട്രക്ട് ഡേറ്റ് എന്നിട്ട് എന്ത് ചെയ്യാ? ഡേറ്റിന്റെ കാര്യങ്ങൾ കൊടുക്കും. ഒരു ഡേറ്റ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് 21/27/2025. ഇപ്പൊ എനിക്ക് എന്ത് പറയാ? 27/6/2005 എങ്ങനെ പറയാം? ഇതെന്റെ ഡേ ആണ്, ഞാൻ ഡി എന്ന് റെപ്രസെന്റ് ചെയ്ത്. ഇതെന്റെ മന്ത് ആണ്, എം എന്ന് റെപ്രസെന്റ് ചെയ്ത്. ഇതെന്താ? ഇയർ ആണല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വൈ എന്ന് റെപ്രസെന്റ് ചെയ്ത്. ഒരു ഡേറ്റിന്റെ ഉള്ളിൽ ഇത്രയും കമ്പോണൻസ് ഉണ്ട്. ഡേ ഉണ്ട്, ഇയർ ഉണ്ട്, മന്ത് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്? സ്ട്രക്ട് ഡേറ്റ് എന്ന് പറഞ്ഞ ഇത് മൊത്തത്തിൽ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു വേറെ സ്ട്രക്ചർ ഉണ്ടാക്കി. ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ എന്തൊക്കെ കൊടുത്ത്? ഷോർട്ട് ഡേ, ഡേ കൊടുത്ത്. ഷോർട്ട് മന്ത്, എന്ത് കൊടുത്ത്? മന്ത് കൊടുത്ത്. ഷോർട്ട് ഇയർ, എന്ത് കൊടുത്ത്? ഇയർ കൊടുത്ത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ഫ്ലോട്ട് ഫീ, അടുത്താണ് ഫ്ലോട്ട് ഫീ. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. ഒരു എക്സാമ്പിൾ എന്തായാലും പഠിക്കണം. നെസ്റ്റഡ് സ്ട്രക്ചർ എന്താണ് അതിന്റെ എക്സാമ്പിളും ചോദിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അറിയണം. ഇതിനടുത്ത് നോക്കിയേ, സിന്റാക്സ് ഫോർ ആക്സസിങ് ദ ഇന്നർ സ്ട്രക്ചർ എലമെന്റ്സ്. അതായത് ഒരു നെസ്റ്റഡ് സ്ട്രക്ചറിന്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനുള്ള സിന്റാക്സ് ആണ്. ഇതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്താ? ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. അതായത് പുറത്തെ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഉള്ളിലത്തെ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് നമ്മൾ എലമെന്റിന്റെ പേര്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ സാധാ ഒരു സ്ട്രക്ചറിന്റെ സിന്റാക്സ് നമ്മൾ എന്താ പഠിച്ചേ? സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. അത്രയും മതിയായിരുന്നു. പക്ഷെ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചറിലേക്ക് വന്നപ്പോ 2 സ്ട്രക്ചർ വന്നല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം നെസ്റ്റഡ് സ്ട്രക്ചറിനാ? ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. അത്രയുള്ള ഡിഫറൻസ് ചോദിക്കൂട്ടാ. സിന്റാക്സ് പഠിച്ചു വെക്കണം. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത കൺസെപ്റ്റ് ആണ് പോയിന്റേഴ്സ്. നമുക്ക് സ്ട്രക്ചേഴ്സ് എന്താന്ന് പഠിച്ചല്ലേ. ഇനി നമുക്ക് എന്ത് പഠിക്കാം? പോയിന്റേഴ്സ് എന്താന്ന് പഠിക്കാം. അപ്പൊ നോക്കിയേ, പോയിന്റർ ഈസ്, ഞാൻ കഥ പറഞ്ഞത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ കഥ ഉണ്ടാ. നിങ്ങൾ ഒരു ലൈബ്രറിയിലോട്ട് പോയി. ഈ ലൈബ്രറിയിൽ കുറെ സെക്ഷൻസ് ഉണ്ടാവും അല്ലെ. സയൻസിന്റെ സെക്ഷൻ ഉണ്ടാവും, മാത്തമാറ്റിക്സിന്റെ സെക്ഷൻ ഉണ്ടാവും, ഫിസിക്സിന്റെ സെക്ഷൻ ഉണ്ടാവും, അങ്ങനെ കുറെ സെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ എനിക്ക് വേണ്ടത് ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ നോട്ട് ബുക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു എനിക്ക് വേണ്ടത്. അപ്പൊ എനിക്ക് എവിടൊക്കെ പോകണം എന്തെങ്കിലും അറിയാൻ പാടില്ല. എവിടെയാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇരിക്കണം എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവിടെ ആരുണ്ടാവും? ഒരു ലൈബ്രറിയൻ ഉണ്ടാവും അല്ലെ, പറഞ്ഞു തരാനൊക്കെ നമുക്ക് കാര്യങ്ങള്. ഇവിടെ ഉണ്ടിട്ട് ആ ബുക്ക്, അല്ലെങ്കിൽ അവിടെ ഉണ്ടിട്ട് ആ ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആര് വേണം? ഒരാള് വേണം. അതേപോലെ തന്നെയാണ് നമ്മളെ പോയിന്റേഴ്സും. നമ്മളെ കമ്പ്യൂട്ടറില കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം. അഡ്രസ്സ് പറഞ്ഞു തരുന്ന ആളാണ് പോയിന്റേഴ്സ്. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഈ കൊച്ചു ആ ബുക്ക് ചോദിച്ചപ്പോ ഈ ചേച്ചി അങ്ങോട്ട് ചൂണ്ടിക്കാറുണ്ട്, ഇവിടെ ഉണ്ടോ ചേട്ടാ ആ ബുക്ക് എന്ന് പറഞ്ഞു.
അതുപോലെ തന്നെയാണ് എന്ത് നമ്മളെ പോയിന്റേഴ്സും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അഡ്രസ്സ് വേണമെങ്കിൽ ഈ അഡ്രസ് എല്ലാം ആര് സ്റ്റോർ ചെയ്ത് വെക്കും? പോയിന്റർ സ്റ്റോർ ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയേ പോയിന്റേഴ്സ് നോക്കാട്ടാ. പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻ അല്ലെങ്കിൽ ദാറ്റ് ഹോൾഡ് അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാണ് ആര്? പോയിന്റേഴ്സ്. ഇതുപോലെ നമ്മളെ മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവാം. ഈ ലൊക്കേഷനുള്ളിൽ ഇപ്പൊ ഞാൻ 50 എന്ന് പറഞ്ഞൊരു ഡാറ്റ, ഈ 50 എന്ന് പറഞ്ഞ ഡാറ്റയുടെ അഡ്രസ് ആയിക്കോളൂ എന്ത്? 1000. ഈ അഡ്രസ് ഇല്ല, അതായത് ഈ 1000 ഇങ്ങനെ സ്റ്റോർ ചെയ്യാനാണ് നമുക്ക് ആരെ യൂസ് ചെയ്യണത്? നമ്മള് ഈ പറഞ്ഞ പോയിന്റേഴ്സിനെ യൂസ് ചെയ്യണത്. അപ്പൊ നമുക്ക് പോയിന്റേഴ്സിനെ എങ്ങനെ ഉണ്ടാക്കാം? സിന്റാക്സ് നോക്കിയേ. ഡാറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ നെയിം ഇതാണ് സിന്റാക്സ്. നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക, വേരിയബിൾ നെയിം കൊടുക്കുക. അപ്പൊ നോക്കിയേ എക്സാമ്പിൾ ഇന്റ് സ്റ്റാർ എ. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്ത് അടുത്ത ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത്? ഫ്ലോട്ട്. ഫ്ലോട്ട് സ്റ്റാർ PTR ഒരു പോയിന്റർ വേരിയബിൾ ആണ് കേട്ടോ. പേര് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. PTR എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഇവിടെ. അഡ്രസ് ഓപ്പറേറ്റർ അതാണ് നമ്മളെ ആംബർസെന്റ്. ഇതാണ് നമ്മളെ അഡ്രസ് ഓപ്പറേറ്റർ ഈസ് ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ. അഡ്രസ് ഓപ്പറേറ്റർ എന്തിനുള്ളതാണ്? വേരിയബിളിന്റെ അഡ്രസ് കിട്ടാൻ. ഇതാണ് അഡ്രസ്. ഈ അഡ്രസ് കിട്ടാൻ നമുക്ക് ആരെ യൂസ് ചെയ്യാം? നമ്മളുടെ അഡ്രസ് ഓപ്പറേറ്റർ കിട്ടാം. ഇനി വാല്യൂ അറ്റ് ഓപ്പറേറ്റർ സ്റ്റാർ ഈസ് യൂസ്ഡ് ടു റീട്രൈവ് ദ വാല്യൂ പോയിന്റഡ് ബൈ ദ പോയിന്റർ. അതായത് നമ്മളെ പോയിന്റർ പോയിന്റ് ചെയ്തേക്കണോടുത്ത വാല്യൂ കിട്ടാനാണ് ആരെ യൂസ് ചെയ്യുക? നമ്മളെ ഈ പറഞ്ഞ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. കുഴപ്പമുണ്ടാവും? ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മളുടെ ആംബർസെന്റ് ഉള്ളത് അഡ്രസ് കിട്ടാനും നമ്മളെ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ ഉള്ളത് പോയിന്റ് ചെയ്തേക്കണോടത്ത് എന്ത് കിട്ടാനുമാണ്? വാല്യൂ റിട്ടേൺ ചെയ്യാനുമാണ്. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങള്? അപ്പൊ പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറി അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന ആളാണ്. അതിന്റെ സിന്റാക്സ് എന്താ? ഡാറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ നെയിം. നമുക്ക് രണ്ട് സിംബൽസ് ഉണ്ട്, രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണ്? അഡ്രസ് ഓഫ് ഓപ്പറേറ്ററും വാല്യൂ അറ്റ് ഓപ്പറേറ്ററും. സിംബൽസ് നോക്കി വെക്കണം കേട്ടാ. ഇതിനടുത്ത് നോക്കിയേ മെമ്മറി അലോക്കേഷൻസ്. നമുക്ക് മെമ്മറി ഒക്കെ അലോക്കേറ്റ് ചെയ്യണോ അല്ലെ? നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറി അലോക്കേഷൻ ആണ് ഉള്ളത്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഉണ്ട്, ഡൈനാമിക് മെമ്മറി അലോക്കേഷനും ഉണ്ട്. അതായത് ഈ മെമ്മറി ഉണ്ടാക്കണത്, മെമ്മറി അലോക്കേഷനെ പ്രോഗ്രാമിന് മുന്നാണെങ്കിൽ ഇത് നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് വിളിക്കാം. അതായത് ദ മെമ്മറി അലോക്കേഷൻ ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ഈസ് കോൾഡ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. പ്രോഗ്രാം എക്സിക്യൂഷന് തൊട്ട് മുന്നാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും. പ്രോഗ്രാം നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. അപ്പൊ നോക്കിയേ മെമ്മറി അലോക്കേഷൻ ഡ്യൂറിങ് റൺ ടൈം ഈസ് കോൾഡ് എന്ത്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഡ്യൂറിങ് റൺ ടൈം. ഇവിടെ ആണെങ്കിലോ ബിഫോർ ദ എക്സിക്യൂഷൻ അല്ലെ ബിഫോർ ദ റൺ ടൈം. ഓക്കെ, മുന്നാണെങ്കിൽ സ്റ്റാറ്റിക്കും ആ ടൈമിലാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഡൈനാമിക് എന്ന് വിളിക്കാം. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഡ്യൂറിങ്ങിന്റെ ഡിയും ഡൈനാമിക്കിന്റെ ഡിയും. ഓക്കെ, അപ്പൊ ഡ്യൂറിങ് റൺ ടൈം ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ന്യൂ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഈ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ നമുക്ക് ആരെ യൂസ് ചെയ്യണം? പുതിയൊരു ഓപ്പറേഷൻ ആണ് കേട്ടോ. ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ന്യൂ ഓപ്പറേറ്റർ വേണം. ഈ അലോക്കേറ്റ് ചെയ്ത് വെച്ച മെമ്മറി കളയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിലീറ്റ് ഓപ്പറേറ്റർ വേണം. അതായത് ഇത്രേ ഉള്ളൂ. ന്യൂ ഓപ്പറേറ്റർ നമുക്കുള്ളത് എന്തിനുള്ളതാണ്? അലോക്കേഷൻ ഉള്ളതാണ്. ഈ അലോക്കേറ്റ് ചെയ്ത് വെച്ച സാധനത്തിന് ഡിലീറ്റ് ചെയ്യണം. അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഡി അലോക്കേഷൻ എന്ന് വിളിക്കാം. ഡി അലോക്കേഷൻ നമുക്ക് ആരെ വേണം? ഡി അലോക്കേഷൻ നമുക്ക് ഡിലീറ്റിന് വേണം. അതായത് നമ്മൾ ഒരു മെമ്മറിനെ ഉണ്ടാക്കാൻ വേണ്ടതാണ് ന്യൂ ഓപ്പറേറ്റർ. ഈ ന്യൂ ഓപ്പറേറ്റർ വെച്ച് ഉണ്ടാക്കിയ മെമ്മറിനെ കളയാൻ വേണ്ടതാണ് ആര്? ഡിലീറ്റ് ഓപ്പറേറ്റർ. ഇവരെ രണ്ടുപേരും കൂടി ഞാൻ വിളിക്കുന്നതാണ് ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ്. അതായത് ഇത്രയുള്ള സംഭവം. നമുക്ക് രണ്ട് ടൈപ്പ് മെമ്മറി അലോക്കേഷൻ ആണുള്ളത്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാല് പ്രോഗ്രാം എക്സിക്യൂഷന് തൊട്ട് മുമ്പായിരിക്കും. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണെങ്കിലോ പ്രോഗ്രാം എക്സിക്യൂഷന്റെ ടൈമിലും ആയിരിക്കും. ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്പറേറ്റേഴ്സ് വേണം നമുക്ക്. ഈ രണ്ട് ഓപ്പറേറ്റേഴ്സിന് നമ്മൾ പറയാ ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് എന്നാണ്. ഈ ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് രണ്ടാൾക്കാരാണ് ഉള്ളതെന്ന് പറഞ്ഞില്ല. ആയിരിക്കണത് ന്യൂ ഓപ്പറേറ്ററും ഡിലീറ്റ് ഓപ്പറേറ്ററും. മെമ്മറിനെ ഉണ്ടാക്കാൻ അലോക്കേറ്റ് ചെയ്യാൻ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ന്യൂ ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യാം.
മെമ്മറിനെ ഡിലീറ്റ് ചെയ്യാൻ, ഡീഅലോക്കേറ്റ് ചെയ്യാൻ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഡിലീറ്റ് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യാം. വല്ല കുഴപ്പമുണ്ടാവും? ഒരു കുഴപ്പമില്ല. അലോക്കേറ്റ് ചെയ്യാൻ ന്യൂവും ഡീഅലോക്കേറ്റ് ചെയ്യാൻ ഡിലീറ്റും. ഇനി നോക്കിയേ, ഇവിടെ ഉണ്ടോ നമ്മളാ വേരിയബിൾ അലോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സിന്റാക്സ് ആണ് ഈ കൊടുത്തേക്കണത്. പോയിന്റർ വേരിയബിൾ ഇസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്. നമ്മളെ പോയിന്റർ വേരിയബിൾ എന്താണ് അത് കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. ന്യൂ നമ്മൾ ഓപ്പറേറ്റർ ആണ് ന്യൂ, അത് കൊടുക്കേണ്ട എന്ത് ചെയ്യാം? ഡാറ്റ ടൈപ്പ് കൊടുക്കുക. എക്സാമ്പിൾ നോക്കി, ഇന്റ് സ്റ്റാർ പി. സ്റ്റാർ പി എന്താ? പി എന്താ? നമ്മൾ ആ പോയിന്റർ വേരിയബിൾ ആയിക്കൊള്ളൂ. പിന്നെ നമുക്ക് എന്ത് പറയാ? ന്യൂ. നമ്മൾ ഓപ്പറേറ്റർ യൂസ് ചെയ്തു. ഡാറ്റ ടൈപ്പ് എന്താ? ഇന്റ് ആണ്, അത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. എനിക്ക് എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. ഞാൻ അലോക്കേറ്റ് ചെയ്ത് വെച്ച പി എന്ന് പറഞ്ഞ മെമ്മറി, എനിക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്ത പി വേരിയബിൾ എനിക്ക് എന്ത് ചെയ്യണം? ഡീഅലോക്കേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് എന്ത് പറഞ്ഞാൽ മതി? ജസ്റ്റ് ഡിലീറ്റ് പി. നമുക്ക് ഇങ്ങനെ പറയാം സിന്റാക്സിൽ, ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ. ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഏത് വേരിയബിൾ ആണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ വേരിയബിൾ കൊടുക്കും. എനിക്ക് പി ആണ് ഞാനിവിടെ ഉണ്ടാക്കിയത്, അപ്പൊ എനിക്ക് പി തന്നെ കളയണം. ഞാൻ എന്ത് പറഞ്ഞു? ഡിലീറ്റ് പി. സെമിക്കോളം കൊടുക്കുക. ഇതാണ് നമ്മൾ എന്ത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനുള്ള ഡൈനാമിക് ഓപ്പറേറ്റേഴ്സിന്റെ അലോക്കേഷന്റെ ഡിഅലോക്കേഷന്റെ സിന്റാക്സ്. കുഴപ്പമുണ്ടാ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? മെമ്മറി 2 ടൈപ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ ആണ്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കാൻ നമുക്ക് ആരൊക്കെ വേണം? ന്യൂ വേണം. പിന്നെ ആര് വേണം? ഡിലീറ്റ് വേണം. ഈ ന്യൂ ഓപ്പറേറ്റർ നമുക്ക് എന്ത് ചെയ്യാം? അലോക്കേഷൻ ആണ്. ഡിലീറ്റ് ഡീഅലോക്കേഷനുമാണ്. നമുക്ക് എന്ത് ചെയ്യാം? ന്യൂവിന്റെ സിന്റാക്സ് നോക്കാട്ടെ. എന്ത്? പോയിന്റർ വേരിയബിൾ ഇസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്. സിന്റാക്സ് പഠിച്ചു. ഡിലീറ്റ് ആണെങ്കിലോ ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ. ഇത്രയുള്ള എന്ത് മെമ്മറി അലോക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് ട്ടാ, പഠിച്ചേ പറ്റൂ. നേരത്തെ നോക്കിക്കോ. അടുത്തതാണ് മെമ്മറി ലീക്ക്. നമുക്കറിയാലോ മെമ്മറി ലീക്ക് എന്താന്ന്. ഇത്രയുള്ള സംഭവം. ഞാൻ എന്ത് ചെയ്ത്? ന്യൂ ഓപ്പറേറ്റർ വെച്ചങ്ങാണ്ട് ഒരു മെമ്മറീനെ ഉണ്ടാക്കി. ഈ ഉണ്ടാക്കിയ മെമ്മറി ഞാൻ എന്ത് ചെയ്തില്ല? ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ചങ്ങാണ്ട് ഡിലീറ്റ് ചെയ്തില്ല. ചെയ്യാണ്ടായപ്പോ എന്റെ മെമ്മറി കൂടി വന്നപ്പോ ഞാൻ എന്ത് ചെയ്ത്? ന്യൂ ഓപ്പറേറ്റർ വെച്ചങ്ങാണ്ട് ഒരു മെമ്മറി ഉണ്ടാക്കി. ന്യൂ ഓപ്പറേറ്റർ വെച്ച് ഉണ്ടാക്കിയ മെമ്മറി ഞാൻ എന്ത് ചെയ്തില്ല? ഡിലീറ്റ് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്തില്ല. ചെയ്യാത്തോണ്ട് തന്നെ അതിന്റെ സൈസ് എന്ത് ചെയ്യുന്ന അറിയോ? ഇൻക്രീസ് ചെയ്ത് വരും. ഓരോ ടൈം നമ്മൾ പ്രോഗ്രാം ചെയ്യും തോറും ഈ പറഞ്ഞ നമ്മളെ മെമ്മറിയുടെ ന്യൂ ഓപ്പറേറ്റർ വെച്ച് ഉണ്ടാക്കിയ മെമ്മറിയുടെ സൈസ് കൂടി വരും. നമ്മൾ ഈ ന്യൂ ഓപ്പറേറ്റർ വെച്ച് ഉണ്ടാക്കുന്ന മെമ്മറി നമ്മൾ വിളിക്കുന്നതാണ് ഓർഫൻഡ് മെമ്മറി. അതായത് നമ്മൾ ന്യൂ ഓപ്പറേറ്റർ വെച്ച് ഉണ്ടാക്കിയ മെമ്മറി, അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഡിലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ മെമ്മറിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓർഫൻഡ് മെമ്മറി എന്ന് വിളിക്കാം. ഈ ഓർഫൻഡ് മെമ്മറി ഓരോ സൈസിലും കൂടി ഇങ്ങനെ വരും. കൂടി വരും തോറും അതിന്റെ ഒരു പാർട്ട് കാണാണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെമ്മറി ലീക്ക് എന്ന് വിളിക്കാം. ഇത്ര ഉള്ള സംഭവം. ന്യൂ ഓപ്പറേറ്റർ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നോക്കിക്കോ. ന്യൂ ഓപ്പറേറ്റർ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു മെമ്മറി ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ മെമ്മറിനെ ഞാൻ എന്ത് ചെയ്തില്ല? ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്തില്ല. ചെയ്യാത്തോണ്ട് തന്നെ നമുക്ക് ആ മെമ്മറിനെ എന്ത് വിളിക്കാം? ഓർഫൻഡ് മെമ്മറി എന്ന് വിളിക്കാം. ഈ ഓർഫൻഡ് മെമ്മറിയുടെ സൈസ് ഓരോ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം അല്ലെങ്കിൽ ഓരോ ടൈം പ്രോഗ്രാം റൺ ചെയ്യും തോറും കൂടി വരും. സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോ അതിന്റെ ഒരു പാർട്ട് ഡിസപ്പിയർ ആവും, അതായത് കാണാണ്ടാവും. ഈ കാണാണ്ടാവണ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കണത്? മെമ്മറി ലീക്ക് എന്ന് വിളിക്കണത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ ഓർഫൻഡ് മെമ്മറിയുടെ കാര്യമൊന്നും പറയുന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അത് നിങ്ങൾക്ക് തന്ന നോട്ടിലുണ്ട് അത് നന്നായിട്ട് ക്ലിയർ ആയിട്ട്. നോക്കിക്കോ. ഇഫ് ദ മെമ്മറി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ വെച്ച് ഉണ്ടാക്കിയ മെമ്മറി ഈസ് നോട്ട് ഫ്രീഡ് യൂസിങ് ഡിലീറ്റ്. അത് എന്ത് ചെയ്തില്ല? ഫ്രീഡ് മീൻസ് ഡീഅലോക്കേറ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഈസ് നോട്ട് ഡീഅലോക്കേറ്റഡ് യൂസിങ് ഡിലീറ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ പാർട്ട് ഓഫ് എ മെമ്മറി സീംസ് ടു ഡിസപ്പിയർ. അങ്ങനെ ന്യൂ ഓപ്പറേറ്റർ വെച്ച് ഉണ്ടാക്കിയ മെമ്മറിനെ ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ച് ഡിലീറ്റ് ചെയ്യാത്തോണ്ട് തന്നെ എന്ത് ചെയ്യും? എ മെമ്മറി സീംസ് ടു പാർട്ട് ഓഫ് എ മെമ്മറി സീംസ് ടു ഡിസപ്പിയർ. നമ്മൾ ഈ മെമ്മറിയുടെ ഒരു പാർട്ട് തന്നെ എന്ത് പറ്റും? കാണാണ്ടായി തുടങ്ങുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? മെമ്മറി ലീക്ക് എന്ന് വിളിക്കുക. ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇഫ് എ മെമ്മറി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ ഈസ് നോട്ട് ഫ്രീഡ് യൂസിങ് ഡിലീറ്റ്, എ പാർട്ട് ഓഫ് മെമ്മറി സീംസ് ടു ഡിസപ്പിയർ ഓൺ എവറി റൺ ഓഫ് ദ പ്രോഗ്രാം. അതായത് പ്രോഗ്രാമിന്റെ ഓരോ റണ്ണിലും എന്താവും? ആ മെമ്മറിനെ കാണാണ്ടായി തുടങ്ങും. ഈ കാണാണ്ടാവണ സിറ്റുവേഷൻ, സച്ച് സിറ്റുവേഷൻസ് ആർ കോൾഡ് മെമ്മറി ലീക്ക്. ഇനി അടുത്ത് നോക്കി, ഈ മെമ്മറി ലീക്ക് ഉണ്ടാവാനുള്ള റീസൺസ് ആണ് പറയാൻ പോണത്. റീസൺസ് എന്ന് പറയുമ്പേ ഒന്നാമത്തെ കാര്യം നമുക്ക് അറിവില്ലായ്മ, നമുക്ക് അറിയാത്ത കാര്യം.
ഒന്നാമത്തെ കാര്യം നമ്മളെ മറവി. ഇത്ര ആലോചിച്ചത് എന്തൊക്കെയാണ് അപ്പൊ? മറന്നു പോണതും അറിവില്ലായ്മയും. ഇതാണ് 2 റീസൺസ്. നോക്കിയപ്പ ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ് ദ മെമ്മറി ദാറ്റ് ഹാസ് ബീൻ അലോക്കേറ്റഡ് ഡൈനാമിക്കലി യൂസിങ് ന്യൂ ഓപ്പറേറ്റർ. അതായത് നമ്മൾ പറഞ്ഞല്ലേ മെമ്മറിയിലേക്ക് അങ്ങനെ ഉണ്ടാവുന്നത്, ന്യൂ വെച്ച് ഉണ്ടാക്കിയ മെമ്മറിനെ ഡിലീറ്റ് വെച്ച് ഡിലീറ്റ് ചെയ്യാത്തോണ്ട്. അതാണ് ഒരു റീസൺ. അപ്പൊ ഈ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? മറന്നു പോവാൻ. ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി, പറഞ്ഞെന്താക്കി ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. അതാണ് 2 റീസൺസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ റീസൺ ആണത് ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ് മെമ്മറി, അതായത് മറന്നു പോവാൻ എന്ത് ചെയ്യാൻ? ഡിലീറ്റ് ചെയ്യാൻ മെമ്മറിനെ. ഇനി നോക്കിയേ, ഫെയിലിംഗ് ടു എക്സിക്യൂട്ട് ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഡ്യൂ ടു പുവർ പ്രോഗ്രാം ലോജിക്. എനിക്ക് അറിഞ്ഞൂടാ, എന്റെ ലോജിക്, എന്റെ പ്രോഗ്രാമിംഗ് ലോജിക് എന്താ? പുവറാ. അതുകൊണ്ട് എനിക്ക് എന്താ ഡിലീറ്റ് ചെയ്യാനോ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഫെയിലിംഗ് ടു എക്സിക്യൂട്ട് ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഡ്യൂ ടു പുവർ പ്രോഗ്രാം ലോജിക്. ഇതാണ് 2 റീസൺസ്. അപ്പൊ ഒരെണ്ണം എന്താണ്? ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ്, മറന്നുപോവുകയാണ്. രണ്ടാമത്തെ എന്താ? ഫെയിലിംഗ് ടു ഡിലീറ്റ് ഡ്യൂ ടു എന്താ? പുവർ പ്രോഗ്രാം ലോജിക്. എനിക്ക് പ്രോഗ്രാം ലോജിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ആ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ എന്ത് പോവുകയാണ്? മറന്നു പോവുകയാണ്. ഇതാണ് 2 റീസൺസ് കേട്ടോ നമ്മളെ മെമ്മറിയിലേക്ക് ഉണ്ടാകാനുള്ളത്. ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഞാൻ അടുത്ത് നോക്കിയേ, ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ് ആണ്. പോയിന്റേഴ്സിൽ നമ്മൾ നടക്കാൻ പോകുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ്. ആദ്യത്തേതാണ് അരിതമെറ്റിക് ഓപ്പറേഷൻ. അരിതമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ പ്ലസ് മൈനസ് ഡിവിഷൻ ഒക്കെ ഉണ്ടല്ലേ. പക്ഷെ നമ്മളെ പോയിന്റേഴ്സിൽ ആകെ ഈ പോയിന്റേഴ്സ് എന്താ? നമ്മുടെ മെമ്മറി അലോക്കേഷനിലോട്ട് പോയിന്റ് ചെയ്ത് വെക്കണതാണല്ലേ, അതായത് അഡ്രസ് ആണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, അഡ്രസ്സുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടാൻ പറ്റുമോ? എന്റെ അഡ്രസ്സും നിങ്ങളുടെ അഡ്രസ്സും തമ്മിൽ എനിക്ക് കൂട്ടാൻ പറ്റുമോ? എങ്ങനെ പറ്റാനാണ് വെക്കാം? അപ്പൊ നമുക്ക് എന്താ, ഇപ്പൊ ഞാൻ പറയണേ, എന്റെ അഡ്രസ്സ്, എന്റെ വീടിന്റെ ഒപ്പം ഒരു വീട് കൂട്ടിയാല് എന്റെ അപ്പുറത്തെ വീട് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൊക്കേഷനൊപ്പം ഒന്ന് കൂട്ടി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ഇതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഇവിടെ അരിതമെറ്റിക് ഓപ്പറേറ്റർ ആയിട്ട് അഡീഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യണത്. അല്ലാണ്ട് എന്റെ അഡ്രസ്സും നിങ്ങളുടെ അഡ്രസ്സ് കൂട്ടാനല്ല. നമ്മൾ പറഞ്ഞല്ലോ, ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പോയിന്റേഴ്സ് എന്താ ഹോൾഡ് ചെയ്യുക? അഡ്രസ് ആണ് ഹോൾഡ് ചെയ്യുക. അഡ്രസ്സുകൾ തമ്മിൽ കൂട്ടാനല്ല, അഡ്രസ്സിന്റെ ലൊക്കേഷൻസ് ആണ് കൂട്ടി പോവാട്ടാ. ഓക്കെ. പിന്നെ സബ്സ്ട്രാക്ഷൻ. നമുക്ക് എന്ത് പറയാം? എന്റെ വീട്ടിൽ നിന്ന് ഒരു വീട് കുറച്ചാൽ എന്റെ ഇപ്പുറത്തെ വീട് കിട്ടും, അത്രേ ഉള്ളൂ. അഡ്രസ് തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും. അതാണ് അരിതമെറ്റിക് ഓപ്പറേഷൻസ് വരുന്നത്. ഇനി അതാണ് റിലേഷണൽ ഓപ്പറേഷൻസ്. റിലേഷണൽ ഓപ്പറേഷൻസ് നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്. ഒന്നാമത്തെ ഇക്വാലിറ്റി. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അഡ്രസ് തന്നെ പറയാം. എന്റെ അഡ്രസ്സും നിങ്ങളുടെ അഡ്രസ്സും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, അതാണ് ഇക്വാലിറ്റി ഓപ്പറേറ്റർ. നോട്ട് ഈക്വൽ ടു എന്റെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സിനോട് ഈക്വൽ അല്ല എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വാലിറ്റി ചെക്ക് ചെയ്യാനാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. 2 ഓപ്പറേറ്റർ ആണുള്ളത്, ഇക്വാലിറ്റി ഓപ്പറേറ്ററും നോൺ ഇക്വാലിറ്റി ഓപ്പറേറ്ററും. ഓക്കെ അല്ലേ? ഇത്രയുമാണ് ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ്. അപ്പൊ അരിതമെറ്റിക് ഓപ്പറേഷനും ചെയ്യാം, റിലേഷണൽ ഓപ്പറേഷനും ചെയ്യാം. അരിതമെറ്റിക് ഓപ്പറേഷൻ ആയിട്ട് നമുക്ക് എന്താ വരുന്നത്? പ്ലസ് ആണ് വരുന്നത്. പ്ലസും മൈനസും, അതായത് അഡീഷനും സബ്സ്ട്രാക്ഷനും. രണ്ടാമത്തത് എന്താ? റിലേഷണൽ ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ് ആണ് അല്ലെ. റിലേഷണൽ ഓപ്പറേഷൻ ആയിട്ട് നമുക്ക് എന്താ പറയുന്നത്? കുറെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ +1 പഠിച്ചാണ്. പക്ഷെ നമുക്ക് ഇവിടെ അത്ര ഒന്നും വേണ്ട. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് അത്രേ വേണ്ട. നമുക്ക് എന്ത് മാത്രം മതി? ഇക്വാലിറ്റി ഓപ്പറേറ്ററും നോൺ ഇക്വാലിറ്റി ഓപ്പറേറ്ററും മാത്രം മതി. എല്ലാം വലിച്ചു വരെ എഴുതിട്ടാ. ഇത് നോക്കിയേ, ലാസ്റ്റ് പാർട്ടാണ് എന്ത്? ലാസ്റ്റ് പാർട്ടല്ല, ടൈപ്പിന്റെ ഒരു കാരണം കൂടി ഉണ്ട്. ഡൈനാമിക് അറേ. നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പഠിച്ചില്ലേ? ആ മെമ്മറി അലോക്കേഷന്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു അറേനെയും കൂടി ഉണ്ടാക്കി. അങ്ങനെ എനിക്ക് എന്ത് വിളിക്കാം? ഡൈനാമിക് അറേ എന്ന് വിളിക്കാം. അപ്പൊ നോക്കിയേ, ഡൈനാമിക് അറേസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം യൂസിങ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ കോൾഡ് ന്യൂ. അതായത് നമ്മൾ പഠിച്ചെന്ത്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പഠിച്ചു, ന്യൂ ഓപ്പറേറ്റർ വെച്ച് അലോക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ആ സമയത്ത് തന്നെ ഒരു അറേയും കൂടി ഉണ്ടാക്കിയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഡൈനാമിക് അറേ എന്ന് വിളിക്കാം. ഇനി അടുത്ത് നോക്കിയേ, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് പാർട്ടാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഭയങ്കര ഇമ്പോർട്ടന്റ് പാർട്ടാണ് കേട്ടോ. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയേ. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദ എലമെന്റ് ഈസ് എ പോയിന്റർ ടു ദ സെയിം സ്ട്രക്ചർ. അതായത് നമ്മൾ ഇത്രയും നേരം സ്ട്രക്ചർ പഠിച്ചല്ലേ, സ്ട്രക്ചറും പഠിച്ചു, പോയിന്റേഴ്സും പഠിച്ചു. ഈ 2 ആൾക്കാരും കൂടെ ഒന്നിച്ച് വന്നേക്കാണ്. അപ്പൊ അതായത് നമ്മളെ സ്ട്രക്ചറിന്റെ ഉള്ളിലത്തെ ഒരു എലമെന്റ് എന്തായിരിക്കുള്ളൂ? പോയിന്റർ ആയിക്കോളൂ. അങ്ങനത്തെ സ്ട്രക്ചേഴ്സിനാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് എന്താ പറയാ? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഒരു സ്ട്രക്ചർ ആണ്, പക്ഷെ അതിന്റെ ഉള്ളിലത്തെ ഒരു എലമെന്റ് എന്തായിരിക്കുള്ളൂ? പോയിന്റർ ആയിക്കോളൂ. ഓക്കെ അല്ലേ? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണ്, അതിന്റെ ഉള്ളിലത്തെ ഒരു എലമെന്റ് എന്തായിരിക്കുള്ളൂ? പോയിന്റർ ആയിക്കോളൂ. ഇവിടെ നോക്കിയൊരു എക്സാമ്പിളും പഠിക്കണം കേട്ടോ.
സ്ട്രക്ട് എംപ്ലോയ്. എംപ്ലോയ് ആണ് ഇവിടുത്തെ എന്ത് സ്ട്രക്ചറിന്റെ പേര്, സ്ട്രക്ചർ ടാഗ് ആണത്. ഡാറ്റ ടൈപ്പ് എംപ്ലോയിയുടെ കോഡ്. അടുത്ത ഡാറ്റ ടൈപ്പ് എംപ്ലോയിയുടെ പേര്. ഫ്ലോട്ട് സാലറി, എംപ്ലോയിയുടെ സാലറി കൊടുത്ത്. നോക്കി എംപ്ലോയി സ്റ്റാർ ഇ പി. സ്റ്റാർ സിമ്പിൾ നമ്മൾ എപ്പോഴാ യൂസ് ചെയ്യാ, എന്തിനാ യൂസ് ചെയ്യാ നമ്മള്? പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്യാനെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നമ്മൾ എന്താണ് ഇ പി എന്ന് പറഞ്ഞൊരു പോയിന്റർ എന്തിന്റെ ഉള്ളിലാ കൊടുത്തേക്കുന്നത്? സ്ട്രക്ചറിന്റെ ഉള്ളിലാ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആയില്ലേ. ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഒരു എലമെന്റ് ആയിട്ട് വർക്ക് ചെയ്യലിങ്ങനെ. സോ നമുക്ക് എന്ത് വിളിക്കാം? അതൊരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആണെന്ന് പറയാം. കുഴപ്പമുണ്ടാ? അപ്പൊ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഒരു എലമെന്റ് എന്തായിട്ട് വരും? പോയിന്റർ ആയിട്ട് വരും. പോയിന്റർ എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ മെമ്മറിയുടെ അഡ്രസ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആളാണ് എന്ത്? പോയിന്റർ. ഓക്കെ അല്ലേ? ഇത്രയോളം നമുക്ക് പഠിക്കാനായിട്ട്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.